എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. ചില സുഖമില്ലാതെ കിടക്കുന്നവർക്കൊക്കെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. സഹായം ലഭിച്ചിട്ടുമുണ്ട്. ഞാൻ ഈ വീഡിയോ വരുന്നത്, നമുക്കറിയാം കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ മുമ്പിലത്തെ മഴ സമയത്ത് സുധീഷ് എന്നും അൻസ സുധീഷ് എന്നും പറയപ്പെടുന്ന 2 പേരും പിന്നെ 2 കുഞ്ഞുമക്കളും അടങ്ങുന്നൊരു ഫാമിലി. അന്ന് അവരെ മഴ മുഖാന്തരം നഷ്ടം സംഭവിച്ചപ്പോൾ കോഴിക്കോട്ടിലാണ് അഭയം പ്രാപിച്ചത്. ഞങ്ങൾ ആ വീഡിയോ അത് യൂട്യൂബിലിടുകയും അത് വൈറലാകുകയും ഒത്തിരി പേരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൽഫലമായി ഇപ്പോൾ അവർക്ക് ആ ബേസ്മെൻ്റ് ഇടേണ്ട, ഒരു പുതിയ വീടിൻ്റെ ബേസ്മെൻ്റ് ഇടേണ്ട ചില സാമ്പത്തിക സ്ഥിതി ലഭിച്ചിട്ടുണ്ട്. ബേസ്മെൻ്റ് ഒരു ഇട്ടു. പക്ഷേ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ അത് പോരാ. അവർക്കിനി അതിന് മുകളിൽ കെട്ടിപ്പൊക്കണമെങ്കിൽ, അറിയാമല്ലോ, ഒരു വീട് വെക്കണമെങ്കിലുള്ള സാമ്പത്തിക ആവശ്യം. അപ്പോൾ നിങ്ങളെ കഴിയുന്നത്, ഇതുവരെ അവർ സഹായിച്ച പ്രിയ ജനമേ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവരെ സഹായിക്കുക. അവർക്കിനി മുകളിലോട്ട് കെട്ടി പണിതെടുക്കണമെങ്കിൽ 2 കുഞ്ഞു പിള്ളേരടങ്ങുന്ന കുടുംബമാണ്. ഇപ്പോൾ താമസിക്കുന്നത് വലിയ ശോചനീയമായ അവസ്ഥയിലാണ് അവർ താമസിക്കുന്നത്. നിങ്ങൾ വീണ്ടും അവരെ സഹായിക്കണം. 2 കുഞ്ഞു മക്കളെ ഓർക്കണം. സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ജയരാജ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ പ്രേരണയാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്ക് ഞാനും അവർക്ക് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്തവരെ സഹായിക്കണം. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത്, നിങ്ങൾക്കൂടെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം സഹായിക്കാൻ കഴിയുന്നവർക്ക് എത്തത്തക്ക രീതിയിൽ ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് നിങ്ങൾ ദൈവനാമത്തെ ഓർപ്പിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളുടെ വീടിന്റെ തറക്കല്ലിടിയിലാണ്. ഇതിന് മുന്നേ ഞങ്ങൾ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ജയരാജ് സാറ് എൻ്റെ കുഞ്ഞുങ്ങൾ കോഴിക്കൂട്ടിൽ ഉറങ്ങുന്നൊരു അവസ്ഥ കണ്ടിട്ടാണ് ഞങ്ങൾ സാർ ആദ്യമായിട്ട് കാണുന്നതും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഷെഡും കൂടെ തകർന്നു പോവുകയാണ് ചെയ്തത്. ജയരാജ സാറ് എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചാ നിന്നത്. നിങ്ങളെ വിഷമിക്കേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭവനത്തെ കുറിച്ച് സാറ് പറഞ്ഞു, അമ്മക്കേത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ജീവകാരുണ്യത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ വീടിന്റെ തറക്കല്ലിടയിലാണ് നിന്ന്. അതിൽ പങ്കെടുത്ത പാരിപ്പള്ളി സർക്കിൾ സാറിനും കൂടെ സഹപ്രവർത്തകർക്കും 1000 നന്ദി പറയുന്നു. ജയരാജിനോട് സാറിനോട് എത്ര നന്ദി സ്നേഹവും പറഞ്ഞാലും തീരത്തില്ല. ഞങ്ങളുടെ അവസ്ഥ നേരിട്ട് കണ്ട് ഞങ്ങളെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ കണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന സാറാണ്. ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ ഒന്നുകൂടെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, ഒരു അനിയത്തിയെ പോലെ കണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വീട് പൂർത്തിയാക്കാൻ എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. ഇന്ന് ഞങ്ങളെ വീട്ടിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങാണ്. എനിക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ ഉറങ്ങാൻ എല്ലാ മാമ്മമാരും എല്ലാ ചേച്ചിമാരും നമ്മൾ ഒന്ന് സഹായിക്കണം.